കലക്കി അല്ലേ? എന്ത് ഓർഗൻ ഡൊണേഷൻ അനൗൺസ് ചെയ്യുന്ന ചടങ്ങേ. ശരത്തിന്റെ സങ്കടം കണ്ടോ? കരഞ്ഞത് കണ്ടോ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അവയവദാനത്തിന് നീ എതിരായിരുന്നല്ലോ, ഇപ്പൊ തീരുമാനം മാറ്റിയോ? ശരത്തിന്റെ വിഷമം കണ്ടപ്പോ എന്റെ മനസ്സലിഞ്ഞുപോയി. പാവ ശരത്ത് എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എല്ലാം ഒരുതരം അഭിനയമായിട്ടാ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നും. യഥാർത്ഥ ദുഃഖം കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. പിന്നെ ഈ കാണിക്കുന്നതാണല്ലോ യഥാർത്ഥ ദുഃഖം. ശരത്ത് ചെയ്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അവന് കിട്ടും. അതല്ല, അതിന് പിന്നിൽ വല്ല കള്ളത്തരമോ സ്വാർത്ഥതയുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഞാൻ ചെന്ന് ശരത്തിനെ അഭിനന്ദിക്കാൻ പോവാ. ഇത്രയും വലിയൊരു മനുഷ്യസ്നേഹിയെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയുടെ ആന്തരിക അവയവങ്ങളാണ് ദാനം ചെയ്യുന്നതെന്ന് ഓർക്കണം. ഗ്രേറ്റ്, ശരിക്കും മഹാനാ ശരത്ത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അവന്റെ ഒരു പടം വാങ്ങിച്ച് പൂജാമുറിയിൽ വെക്കും. എന്നിട്ട് ദിവസം വിളക്ക് വെച്ച് പൂജിക്കും. ലക്ഷണമൊത്ത ഒരു ബോണ്ട് ക്രിമിനൽ, അതാണ് ശരത്ത്. അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്തെന്ന് വെച്ച് അവന്റെ പേരൊന്നും മാറാൻ പോകുന്നില്ല. അവൻ ഉൾപ്പെട്ട കേസും ഇല്ലാതാവാൻ പോകുന്നില്ല. ഇതിന്റെ പേരാണ് അസൂയ. ഇതിന് മരുന്നില്ല. എന്തായാലും ഞാൻ പോവാ. എനിക്ക് ശരത്തിനെ കാണണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചോണ്ടിരിക്കേ. ഓ, എനിക്ക് കുറച്ചു നേരം തനിച്ചൊന്നിരിക്കണം. ഞാൻ മുറിയോട്ട് പോയിക്കോട്ടെ? പൊയ്ക്കോ. അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? അല്ല, നിങ്ങളാണല്ലോ എന്നെ സഹായിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ അനുവാദം വാങ്ങിക്കണമല്ലോ. അതാണല്ലോ മാന്യത. കണ്ടോമേ, ഞാനിപ്പം മഹാന. എല്ലാത്തിനും കാരണം അമ്മ ഒരുത്തിയ. അമ്മ കാറിടിച്ച് വീഴ്ത്താൻ പറ്റിയോണ്ടാണല്ലോ എനിക്ക് ഈ പ്രശസ്തിയൊക്കെ കിട്ടിയത്. ഒന്ന് വേഗം മരിച്ചു തന്നിരുന്നെങ്കിൽ ബോഡിയും ഡൊണേറ്റ് ചെയ്ത് എനിക്ക് അങ്ങ് പോകായിരുന്നു. ഇനി താമസം വരൂ അവസാനത്തെ പ്രാണം പോവാൻ? ഒന്നും എന്റെ കുറ്റം കൊണ്ടല്ലെന്നറിയാമല്ലോ. അമ്മ തന്നെ എല്ലാം വരുത്തി വെച്ചത്. എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിയോണ്ടല്ലമ്മേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇന്നു മുതല് ഞാൻ പുതിയ കളികൾ കളിക്കാൻ തുടങ്ങും. എനിക്കിപ്പോ നല്ല റീച്ചുണ്ട് സോഷ്യൽ മീഡിയയിലെ. അത് ഞാൻ ഉപയോഗിക്കാൻ പോവാ. നരകത്തിലിരുന്ന് അമ്മ അതൊക്കെ കണ്ട് സന്തോഷിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെക്ക്. ഒന്നുമല്ലെങ്കിൽ ഞാൻ അമ്മയുടെ മോനല്ലേ. ഞാനകത്തിരുന്ന് കരയുമായിരുന്നു. ഒറ്റക്കിരുന്ന് കരഞ്ഞപ്പോ എന്തോ ഒരു ആശ്വാസം. എന്തിനാ വിളിച്ചേ? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇരുന്ന് കരഞ്ഞേനെ. ഡോക്ടർ വിളിക്കുന്നുണ്ട്. വെന്റിലേറ്റർ അടുത്ത് തന്നെ മാറ്റും. അതിനു മുൻപ് ജീവനോട് അമ്മയെ കാണാനുള്ളൊരു അവസരമുണ്ട്.
വന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടല്ല, ഈ അവസ്ഥയിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എൻ്റെ മനസ്സിൽ അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഒരു മുഖം. എപ്പോഴും ചിരിച്ചു നിൽക്കാറുണ്ടായിരുന്നു എൻ്റെ അമ്മ. ശരത്തെ, വെന്റിലേറ്ററിൽ അങ്ങനൊരവസ്ഥ കിടക്കുന്ന അമ്മയെ എനിക്ക് കാണണ്ട. കാണാനുള്ള ശക്തി എനിക്കില്ല. ഞാനിപ്പോൾ എന്താ ഡോക്ടറോട് പറയേണ്ടത്? അമ്മ ജീവനോട് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ഈ മകന് ത്രാണിയില്ലെന്ന് അറിയിച്ചു. എൻ്റെ അമ്മ എന്നോട് ക്ഷമിച്ചു. ശരത്തെ, എൻ്റെ അമ്മയിൽ എന്നോടല്ലാതെ പിന്നെ വേറെ ആരോട് ക്ഷമിക്കും? എല്ലാ അമ്മമാരും ഇങ്ങനെയല്ല, മക്കളോട് ക്ഷമിക്കും എന്ത് തെറ്റിയതാൽ. തെറ്റോ? കാണാൻ ചെല്ലാത്തത് തെറ്റല്ലേ? ആ തെറ്റാ ഞാൻ ഉദ്ദേശിച്ചത്. പാവം അമ്മ. അമ്മയ്ക്ക് കുറെ കൂടെ ആയുസുണ്ടായിരുന്നു. വണ്ടി ഇടിച്ച നാശം പിടിച്ചവനെ വെറുതെ എന്തിനാ ശപിക്കുന്നത്? അല്ലെ, മനഃപൂർവ്വം അല്ലായിരിക്കും. എനിക്കൊന്ന് തനിച്ചിരിക്കണം. ഈ ശരത് എന്ന് പറയുന്നവൻ ഒരു തല്ലിപ്പൊളിയാണെന്നാ ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് അവന് നല്ലൊരു മനസ്സുണ്ടെന്ന്. ഇന്നും അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിക്കുന്ന പലരുമുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃകയായി ശരത്ത്. നല്ലവരെ തിരിച്ചറിയാൻ അല്ലെങ്കിലും നമുക്ക് പലപ്പോഴും പറ്റാറില്ല സാറ്. തന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ഞാനൊരു നല്ലവനാ എന്ന് ബാക്കിയുള്ളവർ കൂടി തോന്നണ്ടേ? താനും ശരിയല്ല, ഇപ്പൊ പറഞ്ഞ ശരത്തും ശരിയല്ല. ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ അതിനെ പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്താതിരിക്കുക. ഡാഡി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലാ ശരത്ത്. കമഴ്ന്ന് വീണ കാൽപ്പണം, അതാ അവന്റെ രീതി. അങ്ങനെയുള്ളവൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കാരണം കാണും. നിങ്ങളെയൊക്കെ ദോഷേകതീർക്കുന്നല്ലാതെ വേറെന്താ വിളിക്കുക? എനിക്ക് ഡാഡിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അവൻ പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയെന്ന് പറഞ്ഞാലും അവനോടുള്ള എന്റെ കാഴ്ചപ്പാട് മാറില്ല. കാരണം അവൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം.